കേരളത്തിന്റെ കാലാവസ്ഥ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വിധം ചൂട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ വേനൽക്കാലത്തിന്റെ തുടക്കത്തിൽ തന്നെ താപനില റെക്കോർഡുകൾ ഭേദിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഉയർന്ന അന്തരീക്ഷ താപനിലയും ആർദ്രതയും ചേരുമ്പോൾ അനുഭവപ്പെടുന്ന അസഹനീയമായ ചൂട് ജനജീവിതത്തെ സാരമായി ബാധിച്ചിരിക്കുന്നു. ഇതിന്റെ ഗൗരവം ഉൾക്കൊണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ആരോഗ്യ വകുപ്പും വിവിധ ജില്ലകളിൽ അലർട്ടുകൾ പ്രഖ്യാപിക്കുകയും കർശനമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കേരളത്തിലെ 5 പ്രധാന കേന്ദ്രങ്ങളിൽ ഓറഞ്ച് അലർട്ട് രേഖപ്പെടുത്തിയെന്നത് സാഹചര്യത്തിന്റെ ഗൗരവം വ്യക്തമാക്കുന്നു. സാധാരണ താപനിലയേക്കാൾ 4 മുതൽ 6 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമ്പോഴാണ് ഇത്തരം ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുന്നത്. പത്തനംതിട്ടയിലെ കോന്നി, ആലപ്പുഴയിലെ ചെങ്ങന്നൂർ, കോട്ടയത്തെ ചങ്ങനാശ്ശേരി, പാലക്കാട്ടെ തൃത്താല, മലപ്പുറം, പൊന്നാനി എന്നീ മേഖലകളിലാണ് കടുത്ത ചൂട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കൊല്ലം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, ഇടുക്കി, വയനാട് എന്നിവിടങ്ങളിൽ യെല്ലോ അലർട്ടും നിലനിൽക്കുന്നു. തണുപ്പുള്ള പ്രദേശമെന്നറിയപ്പെടുന്ന മൂന്നാർ, മാനന്തവാടി തുടങ്ങിയ ഇടങ്ങളിൽ പോലും താപനില ഉയരുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതമായി വിലയിരുത്തപ്പെടുന്നു. ഉയർന്ന ചൂട് ശരീരത്തിൽ നേരിട്ട് ഏൽക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. പ്രധാനമായും സൂര്യരശ്മികളിലെ അൾട്രാവയലറ്റ് രശ്മികളാണ് വില്ലനാകുന്നത്. അന്തരീക്ഷ താപനില പരിധി വിട്ട് ഉയരുമ്പോൾ ശരീരത്തിലെ താപനില നിയന്ത്രണ സംവിധാനം തകരാറിലാവുകയും ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് സൂര്യാഘാതം. ഇത് ജീവന് തന്നെ ഭീഷണിയായേക്കാം. ചർമ്മം ചുവന്നു തടിക്കുകയും വേദന അനുഭവപ്പെടുകയും ചെയ്യുന്നതും സൂര്യാതാപമാണ്. ഇതിനായുള്ള മുൻകരുതലുകളും നിരവധിയാണ്. പകൽ 11 മണി മുതൽ 3 മണി വരെ നേരിട്ട് വെയിലേൽക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കണം. ഈ സമയത്താണ് സൂര്യരശ്മികൾ ഏറ്റവും ശക്തിയോടെ പതിക്കുന്നത്. പുറത്തിറങ്ങുമ്പോൾ നിർബന്ധമായും കുടയോ തൊപ്പിയോ ഉപയോഗിക്കുക. പാദരക്ഷകൾ ധരിക്കാതെ പുറത്തിറങ്ങരുത്. കനം കുറഞ്ഞതും ഇളം നിറത്തിലുള്ളതുമായ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രദ്ധിക്കുക. ഇത് വായു സഞ്ചാരം സുഗമമാക്കുകയും വിയർപ്പാകീകരണം ചെയ്യുകയും ചെയ്യും. വേനൽക്കാലത്ത് ശരീരം വിയർക്കുന്നതിലൂടെ ധാരാളം ജലം നഷ്ടപ്പെടുന്നു. ഇത് പരിഹരിക്കുന്നതിനാൽ നിർജ്ജലീകരണം ഉണ്ടാവുകയും തലകറക്കം, ക്ഷീണം, ബോധക്ഷയം എന്നിവ സംഭവിക്കുകയും ചെയ്യും. ദാഹം അനുഭവപ്പെട്ടില്ലെങ്കിലും ഇടയ്ക്കിടെ വെള്ളം കുടിക്കുന്നത് ശീലമാക്കുക. ദിവസവും കുറഞ്ഞത് 3-4 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. സംഭാരം, നാരങ്ങ വെള്ളം, കരിക്കിൻ വെള്ളം, പഴച്ചാറുകൾ എന്നിവ നിർജ്ജലീകരണം തടയാൻ സഹായിക്കും. ORS ലായനിയും കരുതാവുന്നതാണ്. പകൽ സമയത്ത് ചായ, കാപ്പി, മദ്യം, കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്കുകൾ എന്നിവ ഒഴിവാക്കുക. ഇവ ശരീരത്തിലെ ജലാംശം വേഗത്തിൽ നഷ്ടപ്പെടുത്താൻ കാരണമാകും. ചൂടിനെ പ്രതിരോധിക്കാനുള്ള ശേഷി കുറഞ്ഞ ചില വിഭാഗങ്ങൾ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്നും അധികൃതർ നിർദ്ദേശിക്കുന്നു. കുട്ടികളിലും ഗർഭിണികളിലും താപനില വ്യതിയാനം പെട്ടെന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അതിനാൽ ഇവർ ഉച്ചസമയത്ത് പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണം. പ്രായമായവർക്കും കിടപ്പ് രോഗികൾക്കും ഹൃദയരോഗം, വൃക്കരോഗം എന്നിവയുള്ളവർക്കും കഠിനമായ ചൂട് സഹിക്കാനുള്ള ശേഷി കുറവായിരിക്കും. ഇവരുടെ മുറികളിൽ വായുസഞ്ചാരം ഉണ്ടെന്ന് ഉറപ്പാക്കുകയും ഇടയ്ക്കിടെ വെള്ളം നൽകുകയും വേണം. സ്വയം കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഭിന്നശേഷിക്കാരെ പരിചരിക്കുന്നവർക്ക് അവർക്ക് കൃത്യമായ വെള്ളവും തണലും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. തൊഴിൽ വകുപ്പിന്റെ കർശന നിർദ്ദേശങ്ങൾ ഇക്കാലയളവിൽ നിലവിലുണ്ട്. നിർമ്മാണ തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ എന്നിവർക്കായി ഉച്ചവിശ്രമം നിർബന്ധമാക്കിയിട്ടുണ്ട്. 12 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് കഠിനമായ വെയിലത്ത് ജോലി ചെയ്യുന്നത് ഒഴിവാക്കാൻ തൊഴിലുടമകൾ ശ്രദ്ധിക്കണം. ഇരുചക്ര വാഹനങ്ങളിൽ ഭക്ഷണം എത്തിക്കുന്ന ഡെലിവറി ബോയ് സുരക്ഷിതരാണെന്ന് അതാത് കമ്പനികൾ ഉറപ്പുവരുത്തണം. ആവശ്യമായ വിശ്രമവും വെള്ളവും അവർക്ക് നൽകണം. പുറത്ത് ജോലി ചെയ്യുന്ന മാധ്യമപ്രവർത്തകരും പോലീസുകാരും കുട ഉപയോഗിക്കാനും നിർജ്ജലീകരണം തടയാനും മുൻകരുതൽ എടുക്കാനും മറക്കരുത്. സ്കൂളുകളിലും കോളേജുകളിലും പ്രത്യേക ശ്രദ്ധയും വേണം. ക്ലാസ് മുറികളിൽ മതിയായ വായുസഞ്ചാരവും ഫാൻ സൗകര്യവും ഉണ്ടെന്ന് അധികൃതർ ഉറപ്പാക്കണം. കുട്ടികൾക്ക് കുടിക്കാനായി ശുദ്ധമായ വെള്ളം എല്ലായ്പ്പോഴും ലഭ്യമായിരിക്കണം. വിനോദയാത്രകൾ പോകുന്ന സ്കൂൾ കുട്ടികളെ വെയിലത്ത് നിർത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉയർന്ന ചൂട് അഗ്നിബാധയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. വനമേഖലകളോട് ചേർന്ന് താമസിക്കുന്നവരും വിനോദസഞ്ചാരികളും അശ്രദ്ധമായി തീയിടുന്നത് ഒഴിവാക്കണം. ഉണങ്ങിയ പുല്ലുകളും മറ്റും വേഗത്തിൽ തീ പിടിക്കാൻ സാധ്യതയുണ്ട്. മാലിന്യ കൂമ്പാരങ്ങളിൽ മിഥേൻ ഗ്യാസ് രൂപപ്പെടുന്നത് ചൂട് കൂടുന്നതും തീപിടുത്തത്തിന് കാരണമാകുന്നു. കൃത്യമായ ഫയർ ഓഡിറ്റും സുരക്ഷാ പരിശോധനയും ഇവിടെ ആവശ്യമാണ്. AC, ഫാൻ തുടങ്ങിയവയുടെ അമിത ഉപയോഗം കാരണം ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. വയറിങ്ങും മറ്റും കൃത്യമാണെന്ന് പരിശോധിക്കുക. മനുഷ്യരെ പോലെ തന്നെ ജീവജാലങ്ങൾക്കും ചൂട് അസഹനീയമാണ്. കന്നുകാലികളെ ഉച്ചവെയിൽ മേയാൻ വിടരുത്. അവയെ കെട്ടിയിടുന്ന ഇടങ്ങളിലും തണൽ വായുസഞ്ചാരം ഉണ്ടെന്ന് ഉറപ്പാക്കണം. പക്ഷികൾക്കും മൃഗങ്ങൾക്കും കുടിക്കാനായി വെള്ളം പാത്രങ്ങളിൽ വെച്ചു കൊടുക്കുക. അടച്ചിട്ട വാഹനങ്ങളിൽ കുട്ടികളെയോ വളർത്തുമൃഗങ്ങളെയോ തനിച്ചാക്കി പോകരുത്. ഇത് മിനിറ്റുകൾക്കുള്ളിൽ മാരകമായേക്കാം. സംസ്ഥാനത്തെ കുടിവെള്ള സ്രോതസ്സുകൾ വറ്റി വരളാൻ സാധ്യതയുള്ളതിനാൽ ജലം കരുതലോടെ ഉപയോഗിക്കണം. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും മറ്റും ശുദ്ധജലം ദുരുപയോഗം ചെയ്യുന്നത് ഒഴിവാക്കണം. മഴ ലഭിക്കുമ്പോൾ പരമാവധി ജലം സംഭരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. വേനൽക്കാല അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടാൽ സ്വയം ചികിത്സയ്ക്ക് മുതിരാതെ ഉടൻ തന്നെ ഡോക്ടറുടെ സഹായം തേടണം. കാലാവസ്ഥാ വകുപ്പിന്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ഔദ്യോഗികമായ അറിയിപ്പുകൾ കൃത്യമായി ശ്രദ്ധിക്കുകയും സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന വ്യാജ വാർത്തകളിൽ വഴിതിരിക്കുകയും ചെയ്യുക. ഈ ചൂടിനെ പ്രതിരോധിക്കാൻ ശാസ്ത്രീയമായ അറിവുകളും മുൻകരുതലുകളും മാത്രമാണ്
ഏക പോംവഴി. വ്യക്തിപരമായ ശുചിത്വവും ഭക്ഷണക്രമവും ശ്രദ്ധിക്കുന്നതിലൂടെ, അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിലൂടെ നമുക്ക് ഈ കഠിനമായ വേനലിനെ സുരക്ഷിതമായി അതിജീവിക്കാം.